സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്രതശുദ്ധിയുടെ റമദാൻ ആശംസകൾ എല്ലാവർക്കും. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ദിനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് ചിക്കൻ റോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ട് ഏറ്റവും സ്വാദോടുകൂടി നമുക്ക് ചിക്കൻ റോൾ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാലയൊക്കെ ഇട്ടെടുക്കാം അല്ലേ. ഒരു 200-250 ഗ്രാം ചിക്കൻ വരും കേട്ടോ. അതിലേക്ക് ഉപ്പിട്ടു. ഇനി ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില അപ്പോൾ കൂടെ ചതച്ചെടുത്താണ് കേട്ടോ. എല്ലാം കൂടി ചതച്ചെടുത്ത് ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇടാം. ഒരു ചെറിയ അളവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് മതിയല്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. പൊടിയൊക്കെ കുറേശ്ശെ ഇട്ടാൽ മതി, കാരണം കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉലുവ പൊടിച്ചത് ഒരു നുള്ള്, ഒരല്പം മതി, ഒരു നുള്ള് ഉലുവ പൊടിച്ചത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അതായത് ഞാൻ മുളക് പൊടിയാണ് കൂടുതലിട്ടത്. കുറച്ച്, അതായത് ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുമ്പോണ്ടല്ലോ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം നമുക്ക്. 1/2 ടീസ്പൂൺ മതി. അതുകൊണ്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ പുരട്ടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും ബാക്കി കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. നല്ലപോലെ എല്ലാ കഷ്ണത്തിലും ഇതിൻ്റെ മസാലകളൊക്കെ പിടിക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി ഇത് ഫുള്ള് വേണ്ട, ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം മതി, ഒരുപാട് വേണ്ട. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഈ ഒരു വലുപ്പത്തിനുള്ള ഇഞ്ചി മതി. വെളുത്തുള്ളി ഇച്ചിരി വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ, ചെറുതാണെങ്കിൽ 2 എടുത്തുള്ളൂ. ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി, ഒരുപാട് ഈ ചിക്കനങ്ങ് മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചിട്ടൊരു ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരുപാടങ്ങ് മൊരിച്ചങ്ങ് ഫ്രൈ ചെയ്തിങ്ങനെ കോരിയെടുക്കൊന്നും വേണ്ട. 2 സൈഡും തിരിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേഗം വേണം, നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ വേണം. അതിൻ്റെ ഉള്ളിലൊന്നും ഒന്ന് കട്ടിയായി പോകാനും പാടില്ല. ഒരു സൈഡിൽ നിന്ന് ആയി വരുമ്പോഴേക്ക് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ആവശ്യത്തിന് ഒന്ന് പാകത്തിനൊന്ന് ഇനി ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കണം. 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒക്കെ ആയി വരുന്നത് കരിഞ്ഞു പോകാതെ ചെയ്യണം കേട്ടോ. മസാലയിൽ കരിഞ്ഞു പോകുമ്പോൾ പിന്നെ നമ്മുടെ ചിക്കൻ റോളിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് റംദാൻ സ്പെഷ്യൽ ചിക്കൻ റോൾ ആണെന്ന് പറഞ്ഞിട്ട് ഒന്ന് അയച്ചു കൊടുക്കും കേട്ടോ. 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇപ്പുറ സൈഡും കൂടെ നമുക്ക് ഒന്ന് തിരിച്ചു. 2 സൈഡും ആകുമ്പോൾ നമുക്കിത് ഇങ്ങോട്ട് കോരി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് തണുക്കുമ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വേണം ബാക്കി മസാലയിലേക്ക് ആക്കിയെടുക്കാം. 2 സൈഡും ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് വയ്ക്കുമ്പോഴേക്ക് തണുത്തോളും. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള മസാല കൂടെ തയ്യാറാക്കിയെടുക്കണം. എല്ലാം അങ്ങോട്ട് മാറ്റി എന്നിട്ട് ഈ ഓയിൽ ഇനി മാറ്റണ്ട കേട്ടോ. അതിനകത്ത് തന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കോരി മാറ്റാം. ഇതിനകത്തൊന്നും കരിഞ്ഞൊന്നും പോകരുത്, അങ്ങനെ ശ്രദ്ധിച്ച് കോരിയെടുക്കാം. ഈ ഒരു പാകത്തിന് ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് ഈ ഓയിലിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി നേരത്തെ നമ്മൾ എടുത്ത് വെച്ചില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ റോളൊക്കെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു നുള്ള് പെരുംജീരകം ചേർത്ത് കേട്ടോ. പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമ്മൾ മസാലയിൽ ഗരം മസാല ചേർക്കുന്നുണ്ട് ഇതിൽ. പക്ഷേ ഈ ഒരു പെരുംജീരകം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അതൊന്ന് ആ വെളിച്ചെണ്ണ കിടന്ന് മൊരിഞ്ഞ് വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 സവാള ചോപ്പ് ചെയ്തെടുത്തത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ടു. സവാള നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. എങ്കിലേ നമുക്ക് ആ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് വാടിക്കിട്ടും, വഴന്ന് കിട്ടും. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു ചെറിയ മൊരിഞ്ഞ ഒരു മണത്തോട് കൂടിയ ഒരു നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ആ ഒരു പാകം ആവണം. എങ്കിലേ നമ്മുടെ ആ ഫില്ലിങ്സിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഒന്ന് മൊരിഞ്ഞ് വരണം സവാള. കണ്ടോ, ഇങ്ങനെ കളറൊക്കെ കണ്ടത് ഗോൾഡൻ ഷെയ്ഡായി വന്നു. ഇത്രയും വാങ്ങണം. ഈ ഒരു പാകമാണ്. നന്നായിട്ട് വഴന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാൻ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാൻ ചെറിയൊരളവാണ് പറയുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇടണം കേട്ടോ. മുളക് പൊടിയും 1/2 ടീസ്പൂൺ. എരിവിന് ആവശ്യമായിട്ടുള്ളത് ഓരോരുത്തരുടെയും കയ്യിലുള്ള മുളക് പൊടിക്ക് എങ്ങനെയാണോ എരിവ് അതിന് അനുസരിച്ച് വേണം ഇടാൻ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് കഴുകി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. പൊടിയുടെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. പൊടിയും കരിഞ്ഞു പോകരുത്, സവാളയും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചിയായിരിക്കും ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ഇട്ട്. തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ തക്കാളിക്ക് നല്ല പുളി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നില്ല, തക്കാളിയാണ് ചേർത്തത്. നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ഇച്ചിരി കുറവാണ്. ഞാനൊരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കും. ഉപ്പൊക്കെ നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ കേട്ടോ. ഒരുപാട് ഉപ്പായി പോകരുത്. കുറഞ്ഞു പോയാൽ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ്. കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യും. ഈ മസാലയിൽ ഈ ചിക്കനും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്ന, ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. തക്കാളി ഉണ്ടോ ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരാനുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ആ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ മസാലയ്ക്ക് പിടിച്ച് നല്ല പാകമായിട്ട് വരും. 2 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചു. കണ്ടോ, ഇങ്ങനെ ആയി കിട്ടി. നല്ലപോലെ നല്ല മസാല ആയിട്ട് വന്നില്ലേ. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടേ. നല്ല ചിക്കൻ റോളിൻ്റെ നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു മണം വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇടയ്ക്ക് ചേർത്തതിന് ശേഷം നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, ഈ ഒരു പാകം ആവണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടുമല്ല, ചെറിയ കുറച്ചൊരു മോയ്സ്ചർ ഉണ്ട്. കുറച്ചൊന്ന് മോയ്സ്ചറൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി എന്താണെന്നറിയാമോ, ഞാൻ ഈ ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. ഇത് റാപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രെഡാണ് എടുത്തത് കേട്ടോ. അതിൻ്റെ സൈഡ് നമുക്കങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഒരു കത്തി വെച്ചിട്ടല്ല, ഒരു കത്രിക വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു കത്രിക ഞാൻ എടുത്ത് വെച്ചു. ഇപ്പോൾ കണ്ടില്ല, അതാണ് ഞാൻ കത്തി എടുത്തത്. വെച്ചിട്ടിൻ്റെ സൈഡ് ഈ സൈഡ് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ബ്രെഡിൻ്റെ സൈഡ് അങ്ങോട്ട് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും.
ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഈ കത്രിക ഉണ്ടോ ഇതിവിടെ ഉണ്ടായിരുന്നേ. ഈ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഈസി ആയിട്ട് ഇതിങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും കണ്ടോ. നല്ല ബ്രെഡ് ഒന്നിട്ട് സൈഡൊന്നും ഒട്ടും പോകാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. എല്ലാം കൂടെ ഇനി നമുക്കിതൊന്ന് ഒരു ചപ്പാത്തി റോൾ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കണം. ഒരുപാടൊന്നും പരത്തേണ്ട. നല്ല ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പരന്ന് കിട്ടും. ഇല്ലെങ്കിൽ അത് പരന്ന് വരാൻ പാടായിരിക്കും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരന്ന് വരുന്നുണ്ട്. ഇതുപോലെ 2 സൈഡും തിരിച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ ഈ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൈദയൊക്കെ കുഴച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്ത് വേണം ചെയ്യാൻ. ബ്രെഡാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഈ ഫില്ലിങ്സ് വെച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സൈഡ് ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2ആയിട്ട് ഞാൻ മടക്കി, ഒന്നും കൂടെ മടക്കിയപ്പോൾ 4ആയിട്ട് മടക്കി. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡും ഇപ്പുറ സൈഡും ഒന്ന് ഈ വെള്ളമാണ് കേട്ടോ. ഈ ബൗളിലിരിക്കുന്നത് വെള്ളമാണ്, സാധാരണ നമ്മുടെ വെള്ളം. അതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് മുക്കി കൊടുത്തിട്ട് ആ വെള്ളം അങ്ങ് കുടഞ്ഞു കളഞ്ഞു. അതിലേക്ക് നമുക്ക് ഇതിലെ ആവശ്യത്തിനുള്ള ആ മസാല വയ്ക്കാം. റോൾ ചെയ്ത് വയ്ക്കുക. അതിനകത്ത് എത്ര വയ്ക്കാൻ പറ്റുമോ അത്ര കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഒരു സൈഡ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു, മറു സൈഡിൽ അപ്പുറ സൈഡ് ഇങ്ങനെ വച്ചു. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ നനച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോളും. അല്ലെങ്കിൽ പിന്നെ മൈദയൊക്കെ കുഴച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കണം. അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുക. കണ്ടോ, നല്ലപോലെ റോളാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് റോളാക്കി എടുക്കാം. റോളാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ 2 സൈഡും മടക്കുക. ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് മുക്കുക, ഇപ്പുറ സൈഡ് ഒന്ന് മുക്കുക. എന്നിട്ട് നിവർത്ത് വെച്ചിട്ട് ഈ റോളിലേക്ക് അല്ലെങ്കിൽ ഈ ബ്രെഡിനകത്തേക്ക് ഈ ഫില്ലിങ്സ് വയ്ക്കുക. കണ്ടോ, ആവശ്യത്തിന് വെച്ചാൽ മതി. വെച്ചിട്ട് ഒരു സൈഡ് അകത്തേക്ക് വയ്ക്കുക, ഒരു സൈഡ് പുറത്തേക്ക് വയ്ക്കുക. ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡ് മുകളിലും താഴെയും ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് കഴിയും. ഇനി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇതിന് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്കാണ് മുക്കിയെടുക്കുന്നത് അല്ലേ. ഞാനിപ്പോൾ എല്ലാ റോളും ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ പക്ഷേ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, ഒരു പൊട്ടാറ്റോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പൊട്ടാറ്റോ ഇതുപോലെ പീൽ ചെയ്ത് കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇത് മുക്കി പൊരിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് നേരം അരച്ച് വെച്ചിരുന്നാലേ ഈ പൊട്ടാറ്റോൻ്റെ കളറ് ചേഞ്ച് ആകും. ആപ്പിൾ അരച്ച് വയ്ക്കുമ്പോൾ കളർ മാറില്ലേ, അതുപോലെ ആകും. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെറുതെ അതിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് നുറുക്കി ആക്കിയെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുട്ട തന്നെ എടുത്തോളൂ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചു കേട്ടോ. ഓയിൽ ചൂടായി വന്നപ്പോൾ ഓയിൽ ഒരുപാട് തിളച്ച് പോകരുത്. തിളച്ച് പോയാൽ നമ്മളിങ്ങനെ മുക്കിയെടുത്തിട്ട് ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്കും കൂടെ മുക്കിയിട്ടല്ലേ ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ അങ്ങ് ആ ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. കണ്ടോ, തീ കുറച്ച് വയ്ക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു സൈഡിൽ നിന്നാകുമ്പോൾ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇപ്പുറ സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇങ്ങനെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണ് കേട്ടോ. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മസാല എല്ലാം തേച്ചിട്ട് മസാലയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ റോള് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അത് ആവശ്യത്തിന് ചേർക്കുക. ഒരു പ്രത്യേക അളവിൽ തന്നെ ചേർക്കുമ്പം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു സൈഡ് ആയപ്പോൾ ഇപ്പുറ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഭക്ഷണശാല ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ, മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് റമദാൻ വിഭവങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആ റെസിപ്പി ഇടാം കേട്ടോ. കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ പറഞ്ഞാൽ ഞാൻ ആ റെസിപ്പി ഇടാം കേട്ടോ.
ഇതുപോലെ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാടും കരിഞ്ഞൊന്നും പോകണ്ട, ബ്രെഡല്ലേ, നല്ല ഒന്ന് മൊരിഞ്ഞ് നല്ല പാകമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ഓയിലിൽ നിന്ന് എടുക്കാം കേട്ടോ. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത റോളും നമുക്കതുപോലെ തന്നെ ഇടാം. ആദ്യം ആ പൊട്ടറ്റോ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ടിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. അത് കഴിയുമ്പോൾ ബ്രെഡ് ക്രംസിലൊന്നിടുക. കഴിഞ്ഞിട്ട് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത്രേ ഉള്ളൂ. കരിഞ്ഞു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ ഒരുപാട് കരിഞ്ഞു പോയൊന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാതെ 2 സൈഡും തിരിച്ചിട്ടിട്ട് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. കണ്ട നല്ലൊരു ഗോൾഡൻ നിറമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിന് കോരിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ എല്ലാ റോൾസും നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ. ഞാനെല്ലാം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും